ജാനേമനില് കൂൾ അമ്മയാന്ന് നമുക്ക് അർജുന അശോകന്റെ ആ ഒരു കോംബോ സീൻ വരുമ്പോൾ കാണുന്നുണ്ടെങ്കിലും അവസാനം അമ്മ മരിക്കുമ്പോഴുള്ള ആ ഒരു ഇമോഷൻ ഉണ്ട്, പെട്ടെന്ന് സഡൻ ആയിട്ട് മാറുന്നത്. അത്രയും സമയം ഫണ്ണായി ചിരിച്ച് കളിച്ച് മകൻ്റെ അടുത്ത് പ്രേമിക്കാൻ പറയുന്ന ഒരു അമ്മ, അല്ലെ കൂട്ടുകാരുടെ അടുത്ത് നീ ഏതാടാ എന്നൊക്കെ ചോദിച്ച് ആ രീതിയിലുള്ള ഒരു അമ്മ അവസാനമായപ്പോൾ പെട്ടെന്ന് ഇമോഷൻ രീതിയിലേക്ക് വരുന്നു. അത് എങ്ങനെയായിരുന്നു ഒരു പോർട്രേ ചെയ്തത്? ഒരു കോമഡിയിൽ നിന്ന് ഇമോഷനിലേക്ക് വരുന്നു. ആ സീൻ ചെയ്യുന്ന സമയത്തും ചെയ്ത് കഴിഞ്ഞിട്ടും ലൈക്ക് എല്ലാവർക്കും ഇൻക്ലൂഡിങ് ചിദംബരത്തിന് അടക്കം ഇഷ്ടപ്പെട്ട ഒരു പെർഫോമൻസ് ആയിരുന്നു അത്. അത് ഭയങ്കര ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരിതാ, കരയുന്നില്ല, പക്ഷെ ആ ഒരു സൗണ്ടിലൂടെ ഒരു ഫേസിലൂടെ കാണിക്കുന്ന ഒരു സംഭവമായിരുന്നു. ചെയ്തു. അതെങ്ങനെ വന്നു ചോദിച്ചൊന്നും എനിക്കറിയില്ല. ഈ പറഞ്ഞ പോലെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കംഫർട്ടബിൾ ആവുമല്ലോ. ചിതു ആണെങ്കിലും ഗണു അവരെല്ലാവരും നമ്മുടെ കംഫർട്ട് ഭയങ്കര നോക്കിയിരുന്ന ആൾക്കാരാണ്. പിന്നെ ഒരു പോയിന്റ് കഴിയുമ്പോൾ അവിടെ ഉള്ള ബേസിക്കലി അവിടെ കുറേ ഫ്രണ്ട്സ് ചേർന്ന് ചെയ്ത ഒരു സിനിമ പോലത്തെ ഒരു അറ്റ്മോസ്ഫിയറാണ്. ഓൾറെഡി അവരെല്ലാവരും വളരെ ക്ലോസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ കൂടെ നമ്മൾ കൂടുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റുട്ടീൻ സെറ്റാണ് ആ സെറ്റിൻ്റെ. ഒരു 6 മണിക്ക് വരുന്നു, സെയിം വീട്, സെയിം കോസ്റ്റ്യൂം. നമുക്ക് ആദ്യം റെഡി ആയിട്ടിരിക്കേണ്ട കാര്യങ്ങളെല്ലാം എല്ലാവർക്കും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ വേറെ എങ്ങും പോകാനില്ല, ഡിഫറെൻറ്റ് കാരവൻ അങ്ങനത്തെ പരിപാടികളില്ല. അപ്പം തന്നെ എല്ലാവരും ഒരുമിച്ചാണ്. അപ്പോൾ ഈ ഇവിടുത്തെ ഒരു അടിച്ചുപൊളിയുടെ ഇടയിൽ നമ്മൾ പോയി അഭിനയിക്കുന്നു, തിരിച്ചു വരുന്നു, ഇങ്ങനത്തെ ഒരു സീനാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ അതായിരിക്കും ആ കംഫർട്ട് കിട്ടി കഴിയുമ്പോഴത്തേക്കും സംഭവിക്കുന്നതായിരിക്കും അതൊക്കെ.